വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ബ്ലോഗാണ്. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമൻറ്റ്സ് അല്ല എന്ന് വെച്ചാൽ എല്ലാ വീഡിയോസിലും ഞാൻ കാണാറുണ്ട്. എനിക്ക് വരുന്ന കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ബ്ലോഗ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് വെക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരാഴ്ചയായിട്ട് വെക്കേഷൻ തന്നിരിക്കുകയാണ്. വെക്കേഷൻ എന്നല്ല, ഒരാഴ്ചത്തെ ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, വാല്യുവേഷൻ ക്യാമ്പൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൊരു സ്റ്റഡി ബ്ലോഗാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്ന് പുട്ടല്ല, ഇഡ്ഡലിയും അതുപോലെ ചട്നിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ നേരം 10 മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ നമ്മൾ പോയി സ്കിൻ കെയർ ഒക്കെ ചെയ്തു. പിന്നെ നമുക്ക് ഈ വരുന്ന മൺഡേ എക്സാം ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന തേഴ്സ്ഡേ ആണല്ലോ. അപ്പോൾ നമുക്ക് മൺഡേ എക്സാം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോളേജ് ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഫുള്ള് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. ഒന്നും പഠിക്കാതെ ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് റോസ് വാട്ടറാണ് കേട്ടോ. ഞാൻ അത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കുഞ്ഞ് സ്പ്രേ ബോട്ടിലാക്കി വെച്ചതാണ്. വലിയ ബോട്ടിൽ ആ ഒരു പൗച്ചിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ഇതിലാക്കിയതാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് എക്സാം വരുന്നത് ഈ മൺഡേ ആണ്. അന്ന് എനിക്ക് 2 എക്സാമാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് ജസ്റ്റ് അല്ല, കാരണം സാറ്റർഡേ സൺഡേ ഒന്നും എനിക്ക് എന്തായാലും പഠിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഈ ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ ആയിട്ട് ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് തീർക്കണം എന്നുള്ളൊരു ലക്ഷ്യബോധത്തോടെയാണ് ഞാൻ ഇന്ന് പഠിക്കാനിരിക്കുന്നത്. അത് എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ക്ലാസ്സിലെടുത്തിട്ടുള്ള കുറച്ച് ലെക്ചർ നോട്ട് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഇത് അത്യാവശ്യം ഡയഗ്രാംസ് അല്ല, ഫ്ലോ ചാർട്ടൊക്കെ ഉള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ലെക്ചർ നോട്ടൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്നുള്ളത് അത്രയും ദേഷ്യമുള്ള കാര്യം എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ മുന്നേ പഠിച്ചിട്ടുള്ളതിൻ്റെ കുറച്ച് സ്റ്റിക്കി നോട്ടിൽ കുറച്ച് പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തായാലും നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചു. ലാപ്പ് എടുത്തപ്പോഴാണ് പറഞ്ഞത് ലാപ്പിൽ ചാർജ് ഇല്ലയെന്ന്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുള്ള ലെക്ചർ നോട്ടുണ്ട്. പിന്നെ ഞാൻ ക്ലാസ് കണ്ടിട്ട് ഞാൻ ടെസ്റ്റൊക്കെ റെഫർ ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുള്ള അല്ലാത്ത നോട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നോക്കിയിട്ട് ആദ്യം ഒന്ന് റിവൈസ് ചെയ്തിട്ട് എന്തൊക്കെ പഠിക്കാണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഈ ഒരു പായസം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ അമ്പലത്തിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അതും കഴിച്ചിട്ട് നമ്മൾ നേരെ പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ നോട്ട് നോക്കി പഠിക്കണതാണോ ഒന്നും കൂടി എഫക്റ്റീവ്, അതേപോലെ എഴുതി പഠിക്കുന്നതാണോ ഒന്നുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ നോട്ട് നോക്കിയിട്ടാണ് പഠിക്കുക. പിന്നെ ഞാൻ എപ്പോഴും 30 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും. എപ്പോഴും 25 മിനിറ്റ്സ് പഠിച്ചാൽ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കണമെന്നാണ്. ഞാൻ എങ്ങനെയെങ്കിലും അത് 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 5 to 7 മിനിറ്റ് എന്തായാലും ഞാൻ ബ്രേക്ക് എടുക്കും. പിന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ ഞാൻ ഒരു സ്ട്രെച്ചിൽ 1 മണിക്കൂറൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 1 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ 1 മണിക്കൂർ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിവിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ. അങ്ങനെ നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ചിന് അന്ന് നമുക്ക് എന്തൊക്കെയോ കറികളുണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ കണ്ടുകൊണ്ട് ഞാൻ ചിക്കൻ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട്. ഇവിടെ കറൂത്ത എന്നാണ് പറയുക. പപ്പായ ഉപ്പേരി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എഡിറ്റിംഗ് ഇരുന്നു. കുറച്ച് നേരം ഒരു 1/2 മണിക്കൂർ എഡിറ്റിംഗ് ഇരുന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഒരു വൈകുന്നേരം സമയത്താട്ടോ ഞാൻ എണീറ്റ് പഠിക്കുന്നതും. അതും ഇതിൽ കുറേ 2ാമത്തെ സബ്ജക്റ്റാണ് ഞാൻ പഠിക്കുന്നത്. അതിലാണ് കുറച്ച് കെമിക്കൽ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പഠിച്ചതിന് ശേഷം നേരെ ഞാൻ അതിലും കുറേ കാര്യങ്ങൾ നമുക്ക് വരയ്ക്കാൻ കേട്ടോ. ഓരോ പ്രോസസ്സൊക്കെ ആയതുകൊണ്ട് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലെക്ചർ നോട്ട് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് നോട്ട് എഴുതിയിട്ട് അത് പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 മണിക്ക് ട്യൂഷൻ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ട്യൂഷൻ എടുക്കാൻ കയറി. ഒരു മണിക്കൂറിൻ്റെ ട്യൂഷനാണ് 6 മണി വരെ. അപ്പോഴത്തേക്കും നമ്മുടെ അതിൻ്റെ ഇടയിൽ ട്യൂഷൻ എടുക്കുന്ന ഇടയിൽ സൺലൈറ്റൊക്കെ വന്നപ്പോൾ കുറച്ച് നേരം ഞാൻ അതിലൊക്കെ കളിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ 6 മണിക്കായപ്പോൾ ഒരു മുന്തിരി ജ്യൂസും അതുപോലെ തന്നെ ഈ ഒരു സമൂസയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ജേർണലിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കാണാം കേട്ടോ. നമ്മുടെ കലോത്സവത്തിന് പോയിട്ടുള്ള ജേർണലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം കുറച്ച് നേരം റിവിഷൻ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് നോക്കിയതാണ്. പക്ഷേ എനിക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് നേരം ഒന്ന് നോക്കിയിട്ടൊന്ന് ഓടിച്ചിട്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ പറയണം കേട്ടോ. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.